എന്ത് പറ്റി സാർ? കഴുത്ത് മുറിഞ്ഞിരിക്കുന്നു. ഓ, വെളി പട്ടിയിട്ട് ഓടിച്ചപ്പോൾ മുറിഞ്ഞതായിരിക്കും. സാരല്ല സാർ, ഇറ്റ്സ് ഓക്കെ. ഞാനെന്താ പറഞ്ഞു വന്നത്? ജോബിന്റെ കാര്യം. ആ, കല്യാണക്കാര്യം പറയുമ്പോഴൊക്കെ നിനക്ക് നല്ലൊരു ജോലി കിട്ടട്ടെ എന്ന് പറഞ്ഞ് തള്ളിക്കൊണ്ടു പോകും അമ്മാവൻ. ആ, അമ്മാവനെ കുറിച്ച് പറഞ്ഞില്ലല്ലോ, ആളൊരു പുലിയാ. ഈ കേരളം മുഴുവൻ അറിയുന്ന വലിയ തന്ത്രിയും മന്ത്രവാദിയും ഒക്കെയാ. സൂര്യമൂർത്തി മനയിലെ സൂര്യൻ തിരുമേനി എന്ന് പറഞ്ഞ കിടുങ്ങും. ആര്? പ്രേതങ്ങള്. രാജുവിനെ എൻ്റെ കൂടെ കൊണ്ടുപോകാൻ തീരുമാനിച്ചു. എങ്ങോട്ടാ? വിദേശത്തേക്കാണോ? എന്താ, വരുന്നോ? വരുന്നോന്നോ? എങ്കിൽ പിന്നെ ഞാൻ രക്ഷപ്പെട്ടു. എത്ര നാളത്തിന്റെ സ്വപ്നം എന്നറിയോ സാറിന്? എങ്കിൽ പോയി ഫ്രഷ് ആയിട്ട് വാ. തൽക്കാലം ഡിന്നർ കഴിക്കാം. ഒരു 5 മിനിറ്റ്, ഞാൻ ഇപ്പൊ വരാം. ഒരു ബന്ധവുമില്ലാത്ത ഈ നാട്ടിലേക്ക് ഞാൻ എത്തിപ്പെട്ടതിന്റെ കാരണം ഇപ്പോഴാണ് മനസ്സിലായത്. എന്റെ രാജകുമാരി, ദ പ്രിൻസസ് ഓഫ് ട്രാൻസിൽവേനിയ. വീരയോദ്ധാവായിരുന്ന കിങ് ഡ്രാക്കുള യുദ്ധത്തിൽ മരണമടഞ്ഞുന്ന ശത്രുക്കളുടെ കുപ്രചരണം കേട്ട് ഡ്രാക്കുളയുടെ പ്രിയ സഖി പ്രിൻസസ് മീന അൾത്താരയ്ക്ക് മുമ്പിൽ ആത്മഹത്യ ചെയ്തു. ആ വേദന സഹിക്കാനാവാതെ ഈശ്വരന് നേരെ വാളോങ്ങാൻ ഡ്രാക്കുള തയ്യാറായി. അതൊരു ദുരന്തത്തിന്റെ ആരംഭമായിരുന്നു. ഡ്രാക്കുള എന്ന വാമ്പയറിന്റെ ഉത്ഭവം. നീ റെഡിയായോ മീന? ഞാൻ കൃത്യം 4 മണിക്ക് ബീച്ചിലെത്തും. ഗെറ്റ് റെഡി ഫോർ എ സർപ്രൈസ്. Yeah, I'm getting ready. ഏയ്, നിക്ക്. നിക്കാനാ പറഞ്ഞത്. ചുമ്മാ ഒരു പബ്ലിക് പ്ലേസാ, വൃത്തിയോട് കാണിക്കരുത് കേട്ടോ. അല്ലേലും വൃത്തിയോടൊന്നും കാണിക്കണ്ട. ആരെങ്കിലും കണ്ട മോശമല്ലേ? ഇപ്പൊ ഒരു ഉമ്മ വന്നാ മതി. ഇതൊക്കെ ഒരു കാമുകന്റെ മൗലിക അവകാശമല്ലേ? ഇത് ചുമ്മാ വേഷം കിട്ടല്ലേ? എങ്കിൽ പിന്നെ ഞാനിത് തരില്ല. വേണ്ട, ഹേയ്, കൊണ്ടുപോയി. മീന. ആർക്കെങ്കിലും കൊണ്ട് കൊടുക്കാം. എന്നാ പിന്നെ ഇത് കടപ്പുറത്ത് കിടക്കണം. എന്റെ ദേവി, ഈ അറബിഷ്കൻ എനിക്ക് വേണ്ടി വലിയ ഗിഫ്റ്റ് ആണല്ലോ വാങ്ങിയത്. ഗുഡ്, എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പൊ ആൾക്ക് നല്ല പുരോഗതി ഉണ്ട്. പുരോഗതി നീ കാണാൻ പോകുന്നേ ഉള്ളൂ. നീ നിന്റെ അച്ഛനും പറയുന്ന പോലെ ഒരു മത്തപ്പാടി കേസ് പോലെ ഞാൻ ഇന്നിപ്പോ തെളിയിക്കാൻ പോവാ. എന്താ സംഭവം? ഞാനോടൊന്ന് അറിയട്ടെ. വല്ല ലോട്ടറി ഞാൻ അടിച്ചോ? ലോട്ടറി? ആ, അങ്ങനെയും പറയാം. തൽക്കാലം ഒരു 10,000 രൂപയുടെ ലോട്ടറി. ഞാൻ ഇന്നലെ ഒരു ഇഡിയോട്ട് പാർട്ടിയെ പരിചയപ്പെട്ടു. പ്രൊഫസർ വില്യം ഡിസൂസ. അങ്ങേരാളൊരു സംഭവം. വിദേശത്ത് വന്ന എന്നെയും വിദേശത്ത് കൊണ്ടുപോകുന്ന പറഞ്ഞിട്ടുണ്ട്. സത്യം? വിദേശത്ത് പോകാൻ പറ്റിയ രാജു രക്ഷപ്പെടുമെന്ന് ജാതകം നോക്കി എന്റെ അച്ഛൻ പറഞ്ഞിട്ടുള്ളതല്ലേ? നിന്റെ അച്ഛൻ അങ്ങനെ പലതും പറയും. നല്ല ജോലി ഇടിയിലും കല്യാണം പോലും കഴിപ്പിച്ചതല്ലാന്ന് ഇടയ്ക്ക് പറയാറുണ്ട്. നീ ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ കേട്ടാ മതി. MBBS കഴിഞ്ഞ MDക്ക് നീ വെളിയിലായിരിക്കും പഠിക്കുക. Oh my God! വിദേശത്ത് പോയി MD എടുക്കാന്നുള്ളത് എന്റെ ഒരു സ്വപ്നമായിരുന്നു. എല്ലാം എന്റെ പ്രാർത്ഥനയുടെ ഫല. അത് ശരി. അപ്പൊ ഞാൻ ഈ പ്രൊഫസറെ കറക്കി കയ്യിലെടുത്തോണ്ടൊന്നുമല്ല. ഇത്രയും ഭയങ്കര സംഭവം ശരിയാക്കി വന്നിരിക്കുക. ഇനി ഞാൻ ചോദിച്ചു നിങ്ങൾ തന്നേക്ക്.
ആനിമോളെ ഈ കൊച്ചത് എന്തെടുക്കുക? ആഹാ മോളെ, ടി വി ഓഫ് ചെയ്ത് കിടന്ന് ഉറങ്ങാൻ നോക്ക്. പപ്പ വരുമ്പോ നിന്നെ വിളിക്കാം. കുറച്ച് നേരം കൂടെ കാണട്ടെ മമ്മി. പപ്പി ഇപ്പൊ വരും, എന്നിട്ട് ഞാൻ കിടന്നോളാം. ഹോ, ഈ കൊച്ചിന്റെ ഒരു കാര്യം. 12 മണിയായെന്ന് തോന്നുന്നു. അമ്മേ, ദേ ലൂസി ആന്റി. എത്ര ദിവസമായി ആന്റിയെ കണ്ടിട്ട്. ഇവിടെ എല്ലാരും പറയുന്നു അങ്കിളിനെ ആന്റിയും കാണുന്നില്ലെന്ന്. അതും പറഞ്ഞ് ഇവിടെ എല്ലാരും കരച്ചില്ല. അങ്കിൾ എവിടെ ആന്റി? അങ്കിള് വെളിയിലുണ്ട്. മോള് വാ, നമുക്ക് അങ്കിളിന്റെ അടുത്തേക്ക് പോവാം. ഈ രാത്രി മോളെങ്ങനെ ഇവിടെ വന്നു? എന്താ മോളെ? മോളെ എന്തു പറ്റി? ലൂസി ആന്റി എന്നെ തള്ളി താഴെ ഇട്ടിട്ട് പൊക്കളഞ്ഞു. ലൂസി ആന്റിയോ? മോള് വല്ല സ്വപ്നം കണ്ടതാവും. അല്ല, ലൂസി ആന്റി എന്നെ കടിച്ചു. ദേ. കടിച്ചോ? ഇതെങ്ങനെ പാടുവന്നു ഈ കഴുത്തില്? കരയണ്ട, മോള് വാ. ആ പിന്നെ മഞ്ഞൾ തേച്ച കുറെ നേരം ഇരിക്കണം കേട്ടോ. ഉടനെ കുളിച്ചേക്കരുത്. ഞാൻ ആങ്ങളെ ഒന്ന് കണ്ടിട്ട് വരാം. അതെ അപ്പച്ചി, എന്താ ആ വാതിൽ ശരിക്കും അടച്ചേക്കണം കേട്ടോ, അല്ലെങ്കിൽ ആരെങ്കിലും തള്ളി തുറന്ന് കേറി വരും. എങ്ങനെയൊക്കെ അടച്ചാലും തള്ളി തുറന്ന് കേറുന്നവൻ കേറിയിരിക്കും. ഗുരുവായൂരപ്പ, ഇത് എങ്ങനെ ഇതിനകത്ത് വന്നു? ഇറങ്ങി പോട്ടോ, ഞാൻ മഞ്ഞൾ തേച്ചിരിക്കാം. മഞ്ഞൾ തേച്ച ശരീരം എനിക്ക് വലിയ ഇഷ്ടമാ. മഞ്ഞളിന്റെ മണവും. പിന്നെ മണപ്പിക്കാൻ ഇങ്ങോട്ട് വന്നാ മതി. ദേ ഞാനിപ്പോ അച്ഛനെ വിളിക്കും കേട്ടോ. എന്താ വിളിക്ക്? ശ്ശെ, വേണ്ട രാജു, ദേഹം മുഴുവൻ മഞ്ഞളാവും. അച്ഛാ, ഞാൻ കുളിക്കാൻ മഞ്ഞൾ തേച്ചിരിക്കാ. ആയിക്കോട്ടെ. ദേ, എന്നെ ചൂടാക്കരുത് കേട്ടോ. എന്നെയും ചൂടാക്കരുത്. ഇന്ന് പോകുന്നുണ്ടോ? രാജുവിന്റെ അമ്മ ഇപ്പൊ കേറി വരും. ഞാനൊരു പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞിട്ട് പോയിക്കോളാം. അതെന്ത് കാര്യം? ഞാൻ പറഞ്ഞിട്ടില്ല ഒരു വില്യം ഡിസൂസയുടെ കാര്യം. ആ, അദ്ദേഹം നമുക്കിന്നൊരു പാർട്ടി തരുവാ. നമുക്കോ? അതിനെന്തിനാ എന്നെ കൂട്ടുന്നത്? ഞാനെന്ന് പറഞ്ഞ പിന്നെ നീയും ഇല്ലേ അതില്. വൈകിട്ട് 6 മണിക്ക് സീബ്രീസ് ഹോട്ടലിൽ ചെല്ലണം. രാത്രി 8 മണിക്ക് തിരിച്ചു പോരാം. അയ്യോ, രാത്രിയിലോ? പിന്നെ അച്ഛനെന്നെ വിടത്തില്ല. നിന്റെ ഏതെങ്കിലും കൂട്ടുകാരുടെ ബർത്ത്ഡേ പാർട്ടിക്ക് പോവാന്ന് പറഞ്ഞാ മതി മോളെ. നിന്നെയും കൂടി ചെല്ലാൻ ഞാൻ വാക്ക് കൊടുത്തു പോയി. എന്റെ മാനം കളയരുത്. അയ്യോ, ദേ അപ്പച്ചി വരുന്നു. പോ, പോ, പോ. അപ്പൊ പറഞ്ഞോളെ പറഞ്ഞോളെ വൈകിട്ട് കാണാം. റോയിച്ച, എന്റെ കർത്താവേ, എന്നാ റോയിച്ച വന്നത്? അതിന്റെ കുറച്ച് ദിവസമായി. എന്നിട്ട് ഞങ്ങൾ അറിഞ്ഞില്ലല്ലോ. ലൂസി എവിടെ? വീട്ടിലുണ്ട്. എന്നെ മനസ്സിലായില്ലേ? ലൂസിയുടെ അമ്മയുടെ മോൾ ബെറ്റി. ആ ഓ, മനസ്സിലായി. റൊമാനിയയിൽ വെച്ച് നിങ്ങൾ മിസ്സായി തറിഞ്ഞ് ഞങ്ങൾ എല്ലാവരും വന്നിരുന്നു. ഞാനിപ്പോ ഹോട്ടലിലെ ഫ്രണ്ട് ഓഫീസിലാ. റോയിച്ചിന് എങ്ങോട്ടാ? മേളിലെ ഇന്ത്യൻ റെസ്റ്റോറന്റിലേക്ക്. ഞാനും കൂടി വരാം. എനിക്ക് ഒത്തിരി വിശേഷങ്ങൾ അറിയാനുണ്ട്. ആയിക്കോട്ടെ, വാ. റോയിച്ചനാണ് ഇന്ന് റെസ്റ്റോറന്റ് മുഴുവൻ ബുക്ക് ചെയ്തിരിക്കുന്നത്. അതെ, എന്റെ ഫ്രണ്ട്സിന് വേണ്ടിയാ. യു ലുക്ക് ഗ്രേറ്റ്. You too.
നേരത്തെ എത്തിയല്ലേ? അല്ല, ഞാൻ വരുമ്പോ മീന ബസ് കാത്ത് നിൽക്കുന്ന കണ്ടു. രാത്രി ആയതുകൊണ്ട് ഇങ്ങനെ കൊണ്ടുവിടാന്ന് കരുതി. അത് പിന്നെ സരിതയുടെ അമ്മ കാർ കൊണ്ട് വിടാന്ന് പറഞ്ഞു. ഞാനാ പറഞ്ഞ വേണ്ടെന്ന്. അതെ അതെ, ഉക്കിലും ബർത്ത്ഡേ പാർട്ടി ആയിരുന്നു. ഓ, ബർത്ത്ഡേ പാർട്ടിക്ക് നീ കൂടെ പോയിരുന്നു? അല്ല, അത് പിന്നെ മീന പറഞ്ഞു. ഞാനാ പറഞ്ഞത്. എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട്. നിന്റെ ഈ പ്യൂൺ പണി കൊണ്ട് വല്ല ഗുണവും ഉണ്ടോടാ? പ്യൂൺ പണിയോ? ഷോ, ഈ അമ്മാവനോട് പറഞ്ഞു ഞാൻ തോറ്റു. ഞാനൊരു ബിസിനസ് എക്സിക്യൂട്ടീവ് അല്ലേ? എന്ത് എക്സിക്യൂട്ടീവ് ആണെങ്കിലും കിട്ടുന്ന ശമ്പളം പ്യൂണിന്റെ അല്ലേടാ. ഞാൻ നിന്റെ അച്ഛനോട് പല പ്രാവശ്യം പറഞ്ഞതാ, ആ ചെറിയ അമ്പലത്തിലെ ശാന്തിപ്പണി നിർത്തി രണ്ടുപേരും കൂടി ഇവിടെ വന്ന് എന്റെ പരികർമ്മിയായി നിൽക്കാൻ. കേട്ടില്ല, മാസം ഒരു 50,000 രൂപയെങ്കിലും തീർത്തു ഉണ്ടാക്കാം. പറയുമല്ലാതെ എനിക്ക് മറ്റൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അതല്ല അമ്മാവ, അച്ഛൻ്റെതായ ചില ചിട്ടവട്ടങ്ങളും വിശ്വാസങ്ങളൊക്കെ ഉണ്ട്. പിന്നെ എന്റെ കാര്യം, ഞാനുടനെ എന്റെ ബോസുമായി വിദേശത്ത് പോകുമല്ലേ. ആരുമായി? എന്റെ ബോസുമായി. ലോക പ്രശസ്ത സയന്റിസ്റ്റായ വില്യം ഡിസൂസാറിന്റെ കാര്യമാ പറഞ്ഞത്. എന്നെയും കൂടി വിദേശത്ത് കൊണ്ടുവന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ വലിയ കോടീശ്വരനല്ലേ? അതൊരു നല്ല കാര്യമാണ്. വിദേശത്തൊക്കെ പോയാ നല്ല ശമ്പളവും കിട്ടും, കൂടെ അതൊരു പേരുവാങ്ങും. പിന്നെ അമ്മാവ, വിദേശത്തൊക്കെ പോയി ജോയിൻ ചെയ്തിട്ട് മതി കല്യാണമൊക്കെ. ധൃതി ഒന്നും വെക്കണ്ട. അല്ല, അതിനാര് ധൃതി വെക്കും? അല്ല, പറഞ്ഞേ ഉള്ളൂ. 24 മണിക്കൂറും ഞാനും നിന്റെ അച്ഛനുമൊക്കെ ഭഗവത് മന്ത്രങ്ങളല്ലേ ചൊല്ലുന്നത്. നല്ലതേ വരൂ, നേരെ വേറെ ആവുന്നൊരു ചെല്ല്. അച്ഛന്റെ കൂടെ മന്ത്രങ്ങൾ പഠിച്ചു തുടങ്ങും മുമ്പ് സിദ്ധിയും കിട്ടിയോ? ഞാൻ പുറകിൽ വന്ന കാര്യം എങ്ങനെ അറിഞ്ഞു? അതാണ് താര. നീ നിന്റെ ചുറ്റിക്കർക്കൊക്കെ നിർത്തിക്കോ. ദിവ്യദൃഷ്ടി കൊണ്ട് എല്ലാം കണ്ടുപിടിച്ച് ഞാൻ അച്ഛനോട് പറയും. അയ്യോ, ചതിക്കല്ലേ. ഞാൻ ഇനി ചേച്ചിയോട് ചോദിച്ചിട്ട് എവിടെയും പോട്ടോ. എനിക്ക് പറ, രാജുവുമായി ഇന്ന് എവിടെയൊക്കെ കറങ്ങി? പറയാം. ഇന്ന് ഒരു അടിപൊളി പാർട്ടിയെ മീറ്റ് ചെയ്തു. പ്രൊഫസർ വില്യം ഡിസൂസ, രാജുവിന്റെ ഫ്രണ്ടാ. അങ്ങനെ വളരെ നാള് വിദേശത്തായിരുന്നു. എന്റെ ചേച്ചി, അങ്ങേരുടെ കണ്ണില് കാന്തം പിടിപ്പിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. സോ പവർഫുൾ. നീണ്ട മൂക്ക്, നീട്ടി വളർത്തിയ മുടി, ആളെ ഒന്ന് നോക്കി നിക്കാൻ തന്നെയുണ്ട്. എങ്കിൽ അയാളെ എനിക്കും ഒന്ന് കാണണമല്ലോ. ചേച്ചി കണ്ട വീണു പോവും തീർച്ച. പിന്നെ മോളെ, വേറെ ആണുങ്ങളെ ഇങ്ങനെയൊക്കെ പുകഴ്ത്തി പറയുന്നത് നിന്റെ രാജു കേട്ടാ പിണങ്ങും, പറഞ്ഞേക്കാം. രാജുവിനെ അയാളെ പുകഴ്ത്താനേ നേരുള്ളൂ. ആ പിന്നെ ചേച്ചി, രാജുവിനെ അയാളെ വിദേശത്ത് കൊണ്ടുപോവാ. ഗുഡ്, അപ്പോൾ രക്ഷപ്പെട്ടല്ലോ. വേറെ ഒത്തിരി വിശേഷം പറയാനുണ്ട്. ഞാൻ ഡ്രസ്സ് മാറിട്ട് വരാം. ഓക്കേ, അപ്പോഴത്തേക്കും മോക്ക് ഞാനൊരു നല്ല ബ്രൂ കോഫി ഇട്ട് തരാം കേട്ടോ. പാരിജാതപ്പൂക്കൾ പുഞ്ചിരി തൂകി, പാലാഴിക്കടൽ പോലും ഋതുമതിയായി.
എന്താ മീന, ഉറങ്ങിയില്ലേ? ഉറങ്ങിയായിരുന്നു. രാജു ഇപ്പൊ എന്ത് ചെയ്യാ? കൊള്ളാം. പാതിരാത്രി കിടന്നുറങ്ങിയിരുന്ന എന്നെ വിളിച്ചെഴുന്നേപ്പിച്ച് എന്ത് ചെയ്യുവാന്നോ? അതെ, ഞാനൊരു സ്വപ്നം കണ്ടു. സ്വപ്നത്തിൽ ഞാൻ എങ്ങനെ ഉണ്ടായിരുന്നു? സുന്ദരനായിരുന്നോ? ഞാനൊന്ന് പറയട്ടെ. ആ, സ്വപ്നം കാണുന്ന പ്രായോടി പെണ്ണേത്, അതിൽ അത്ഭുതമൊന്നുമില്ല. ഞാൻ സുന്ദരനായിരുന്നോ? പിന്നെ പരമസുന്ദരനായിരുന്നു. 2 കൊമ്പും പിന്നെ ഒരു വാലും ഉണ്ടായിരുന്നു. കിടന്നുറങ്ങിക്കോ. ഒന്ന് പോടി. ഗുഡ് നൈറ്റ്. ഈ പെണ്ണിന് വട്ടം. പാരിജാത പൂക്കൾ പുഞ്ചിരി തൂകി പാലാഴിക്കടൽ പോലും ഋതുമതിയായി പഞ്ചമി ചന്ദ്രന്റെ ശൃംഗാരരാഗത്തിൽ പനിമതി പുൽകുവാൻ മനസ്സു തുറന്നു. പാരിജാത പൂക്കൾ പുഞ്ചിരി തൂകി പാലാഴിക്കടൽ പോലും ഋതുമതിയായി. തഴുകിയുണർത്തും ഞാൻ അഴകേ നിന്നുടൽ വസന്തം നിറയുമാ ചഷകം നുകരുവാ. തഴുകിയുണർത്തും ഞാൻ അഴകേ നിന്നുടൽ വസന്തം നിറയുമാ ചഷകം നുകരുവാ. മരതകമണിയറയും ഒരുക്കി പ്രേമശില്പമേ നീ അണഞ്ഞു. മരതകമണിയറയും ഒരുക്കി പ്രേമശില്പമേ നീ അണഞ്ഞതിൽ മോഹശില്പിയായി ഞാൻ അലിഞ്ഞു. ജീവന്റെ നിർവൃതിയിൽ വിടർന്നു പാരിജാത പൂക്കൾ പുഞ്ചിരി തൂകി പാലാഴിക്കടൽ പോലും ഋതുമതിയായി. കാട്ടുപൂഞ്ചോലയിൽ നീരാടി നീ നിൽക്കവേ വിണ്ണിലെ ദേവനും നിന്നെ മോഹിച്ചുവോ. കാട്ടുപൂഞ്ചോലയിൽ നീരാടി നീ നിൽക്കവേ വിണ്ണിലെ ദേവനും നിന്നെ മോഹിച്ചുവോ. അലകൾ നിന്മാറിൽ നൃത്തം വയ്ക്കവേ ഉടവയായി നദി നിന്നെ മൂടിയോ. അലകൾ നിന്മാറിൽ നൃത്തം വയ്ക്കവേ ഉടവയായി നദി നിന്നെ മൂടിയോ. ആദിതാളങ്ങളിൽ മോഹമാരേന്ദ്രിയങ്ങളിൽ നാം പടരുമ്പോൾ പാരിജാത പൂക്കൾ പുഞ്ചിരി തൂകി പാലാഴിക്കടൽ പോലും ഋതുമതിയായി. പഞ്ചമി ചന്ദ്രന്റെ ശൃംഗാരരാഗത്തിൽ പനിമതി പുൽകുവാൻ മനസ്സു തുറന്നു. മോനെ ബെന്നി, ഇവരെന്തൊക്കെയാടാ പറയുന്നത്? ഇതൊക്കെ കേട്ടിട്ട് മമ്മിക്ക് പേടിയാവുന്നടാ.
തിരുമേനി ഇയാൾ പറയുന്ന വല്ലതും വിശ്വസിക്കാമോ? കണ്ട ഒരു വട്ടന്റെ ലുക്കുണ്ട്. മിസ്റ്റർ റോയ്, റൊമേനിയ, ഓ ഡ്രാക്കുള, ബ്രാൻകാസിൽ, വാനിഷ്. You don't worry, we will find him. Come on, your grace, please. Come on. മിസ്റ്റർ ബെന്നി, റൊമേനിയൻ ബിഷപ്പ്മാരാണിവർ. ഇവർ പറയുന്നത് നമ്മൾ അവിശ്വസിക്കേണ്ട കാര്യമില്ല. ഇത്തരം കഥകളൊക്കെ വിശ്വസിക്കാൻ ഞങ്ങൾ കുട്ടികളൊന്നുമല്ലല്ലോ ഡോക്ടർ പോൾ റോബിൻസൺ. ഈ 21-ാം നൂറ്റാണ്ടിൽ ഇത് ആരോട് പറഞ്ഞ് വിശ്വസിപ്പിക്കും? കഴിഞ്ഞ 25 വർഷമായി റൊമേനിയയിൽ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു സൈക്കാട്രിസ്റ്റാണ് ഞാൻ. അവിടുത്തെ ജനങ്ങളിൽ ബഹുഭൂരിപക്ഷവും അന്ധവിശ്വാസികളാണെന്നുള്ള കാര്യം സത്യമാണ്. പക്ഷേ ഈ ഡ്രാക്കുള എന്ന വാമ്പയർ ഒരു പ്രേതകഥ എന്ന പോലെ ഒരു ശാസ്ത്ര സത്യവുമാ ബെന്നി. ഇത്തരം മനുഷ്യരക്തം കുടിക്കുന്ന ജീവികളെ സയന്റിഫിക്കായി തന്നെ കണ്ടെത്തിയിട്ടുള്ളതുമാണ്. ഈ വാമ്പയർ സ്പീഷീസിൽപ്പെട്ട ഭീകര ജീവികളുടെ രാജാവാണ് ഡ്രാക്കുള. We were on the way to Sri Lanka to attend our annual meeting, but we got down here to share our vital information. Our prediction was 100% right. Dracula killed Mr. Roy Thomas in Romania and got into his body, later escaping to India. Maybe true. കടൽ കടന്ന് ഞാനിവിടെ എത്തിയത് നിന്നെ കാണാനാണ്. നിന്നെ മാത്രം. You're my prince. I know you very well. You're my prince. You're my prince. I know you. മീന 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 എന്താ എന്താ നീ ശബ്ദം വെച്ചത്? ശബ്ദം വെച്ചെന്നോ? ഒന്നുമില്ല. ഞാൻ കേട്ടല്ലോ. അത് ഞാനെന്തോ ദുസ്വപ്നം കണ്ടു, അതായിരിക്കും. അടുത്തൊന്നും പറഞ്ഞിപ്പം അമ്പലത്തിലും പോകത്തില്ല, മന്ത്രജപങ്ങളും ഇല്ല. നാളെ തന്നെ ഒരു ചരട് ജപിച്ച് കെട്ടിത്തരാം. പ്രാർത്ഥിച്ചിട്ട് കിടന്നോ. എനിക്ക് പേടി തോന്നുന്നു. ചേച്ചിയോട് ഇന്ന് എൻ്റെ കൂടെ കിടക്കോ? വലിയ ഡോക്ടറാ, പേടിത്തൊണ്ടി. Silly girl. രാജു വന്നിട്ട് ഒരുപാട് നേരമായോ? ഇല്ല, ദേ വന്നതേ ഉള്ളൂ. ഒരു 5 മിനിറ്റ്. അച്ഛൻ സ്ഥലത്തില്ലാത്തതുകൊണ്ട് രാവിലെ പ്രഭാത പൂജകളെല്ലാം ഞാൻ തന്നെ ചെയ്യേണ്ടി വന്നു. അമ്മാവനെപ്പോഴാ തിരിച്ചു വരാ? കാശിയിൽ നിന്നും ബദ്രിനാഥിൽ കൂടെ പോയിട്ടേ വരികയുള്ളെന്നാ പറഞ്ഞത്. എന്തേ, വിശേഷം വല്ലതുണ്ടോ രാജു? ഞാനൊരു വില്യം ഡിസൂസ സാറിന്റെ കാര്യം പറഞ്ഞിട്ടില്ലേ? ആ, ഉവ്വ്.
രാജുവിനെ വിദേശത്ത് കൊണ്ടുപോവാന്ന് പറഞ്ഞിരിക്കുന്ന ആ പ്രൊഫസർ അല്ലേ? അതെ, അദ്ദേഹത്തിന് താരചേച്ചി ഒന്ന് പരിചയപ്പെടണമെന്ന് പറഞ്ഞു. എന്നെ പരിചയപ്പെടണോന്നോ? ആ. അതെന്തിനാ? അദ്ദേഹത്തിന് നമ്മുടെ ഇന്ത്യൻ മിത്തോളജിയും കൾച്ചറിനെ പറ്റിയും ഒക്കെ എന്തോ സംസാരിക്കാനാണ്. ഇന്ത്യക്കാരനാണെങ്കിലും പുള്ളിക്കാരൻ ജനിച്ചതും വളർന്നൊക്കെ വിദേശത്താണല്ലോ. വിദേശ പഠനമൊക്കെ കഴിഞ്ഞിട്ടും ജോലിക്കൊന്നും പോവാതെ മന്ത്രവും തന്ത്രവും യോഗയൊക്കെ പഠിക്കാൻ ഇറങ്ങി പുറപ്പെട്ട ആളെന്ന് കേട്ടപ്പോ ആ സാറിനെ പരിചയപ്പെട്ടേ പറ്റുള്ളൂ നിർബന്ധം. താരചേച്ചിയെ പറ്റി ഒത്തിരി ചോദിച്ചു. നീ അങ്ങേരെ മണിയടിക്കുന്നത് നിനക്ക് വിദേശത്ത് പോകാനല്ലേ? ഇനി 3 ദിവസത്തെ പൂജയല്ലേ ഉള്ളൂ. അത് കഴിഞ്ഞ് അദ്ദേഹത്തിനോട് വരാൻ പറയും. അദ്ദേഹം എവിടെയാ താമസിക്കുന്നത്? കുറെ ദൂരെയാ. നാൽപ്പാട്ട് അനന്തങ്കം അമ്പലത്തിനടുത്തുള്ള വീടാ. ആഹാ, ഞാൻ എല്ലാ ആഴ്ചയും അവിടെ പോകുന്നതല്ലേ. VIP ഞാൻ അങ്ങോട്ട് പോയി കാണാം. പോരെ? ആ പ്രാന്തൻ ഇന്നലെ ഹോസ്പിറ്റലിൽ വന്ന് എന്തെല്ലാം നിന്നോട് പറഞ്ഞത്? ഞാൻ കാണുന്ന സ്വപ്നവും അയാളുടെ മാസ്റ്ററും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ സിന്ധു? നിനക്ക് വട്ടി പിടിച്ചു. നീ കാണുന്ന സ്വപ്നവും ആ പ്രാന്തം പറയുന്ന തമ്മിൽ എന്ത് ബന്ധം? എനിക്കിങ്ങനെ ഒരു സ്വപ്നം കണ്ട് സൂഹിക്കാൻ പറ്റുന്നില്ലല്ലോ എന്നാണ് എന്റെ വിഷമം. മോളെന്നെ തിരക്കി വരുമെന്ന് എനിക്കറിയാം. ഞാൻ ഇന്നലെ ഒന്നുള്ള കാര്യം തുറന്നു പറഞ്ഞപ്പോ മോളെ കൂട്ടുകാരികളെല്ലാം കൂടെ എന്നെ പിടിച്ച് പുറത്താക്കി. സാരമില്ല, നിനക്ക് വേണ്ടി ഞാൻ ഈ ജീവൻ വരെ തരും. കാരണം നീ എന്റെ മാസ്റ്ററുടെ പെണ്ണ. മാസ്റ്റർ, നീ എന്നെ മുന്നിലേക്കൊന്നു വരൂ. നിന്റെ ആ മനോഹര രൂപം ഞാനൊന്ന് കാണട്ടെ. ഞാൻ കാത്തിരിക്കുകയാണ് മരണമില്ലാത്ത ലോകത്തിലേക്ക്. എന്നെ ഒന്ന് കൊണ്ടുപോകൂ. ഈ സുന്ദരിയെ നീ കൊണ്ടുപോകാൻ പോന്ന പോലെ. നിങ്ങൾ എന്തൊക്കെയാ പുലമ്പുന്നത്? ഇവിടെ ആര് കൊണ്ടുപോകാൻ പോകുന്നു പറയുന്നത്? എന്റെ മാസ്റ്റർ, അദ്ദേഹത്തിന്റെ കണ്ണുകളിലേക്ക് നോക്കുന്ന ഒരു സ്ത്രീക്കും മാറാൻ പറ്റില്ല. അദ്ദേഹം കൊണ്ടുപോകും ഇവിടെ. He will take her in the underworld. ഓടിക്കോ, ഓടിക്കോ. എവിടെ ഓടിപ്പോയാലും എന്റെ മാസ്റ്റർ നിന്നെ കണ്ടെത്തും, കൂട്ടിക്കൊണ്ടുപോകും. കൊള്ളാം. ഡിഫറെന്റ്. ജീനിയസുകൾക്ക് താമസിക്കാൻ പറ്റിയ അന്തരീക്ഷം. ഇവിടെ ആരും ഇല്ലേ? ഹലോ, എനിബഡി ഹോം? എക്സ്ക്യൂസ് മീ. എന്നെ അന്വേഷിച്ചാണോ വന്നത്? മിസ്റ്റർ വില്യം ഡിസൂസ അല്ലേ? അതെ. ഞാൻ താര, രാജുവിന്റെ സിസ്റ്ററാ. ഓ യെസ്, സൂര്യൻ തിരുമേനയുടെ മകൾ. അതെ. മന്ത്രവും തന്ത്രവും ഒക്കെ പഠിക്കുന്ന സൂര്യമൂർത്തി മനയിലെ പെൺകുട്ടി ഇങ്ങനെ മോഡേൺ ആയിട്ട് വസ്ത്രം ധരിക്കുമോ? അതിനെന്താ, കാലത്തിനനുസരിച്ച് വസ്ത്രധാരണ രീതിയും മാറില്ലേ? 100 വർഷങ്ങൾക്ക് മുമ്പ് സ്ത്രീകൾ മാറുമറയ്ക്കാതാണ് നടന്നിരുന്നത്. അങ്ങനെ ഇന്നും നടക്കണമെന്ന് പറഞ്ഞാൽ പറ്റുമോ? പിന്നെ സ്ലീവ്ലെസ് ബ്ലൗസ് ധരിച്ചത് കൊണ്ട് മന്ത്രങ്ങളും ദൈവങ്ങളും ഒന്നും പിണങ്ങിപ്പോത്തില്ല കേട്ടോ. ഗുഡ്, വെരി ഗുഡ്. രാജു പറഞ്ഞിരുന്നു ഒരു അസാധാരണ പ്രതിഭയാണെന്ന്. അതാണ് ഞാൻ അങ്ങോട്ട് വന്ന് കാണണമെന്ന് പറഞ്ഞത്. എന്തോ ഒരു പൂജ നടത്തുന്നത് കൊണ്ട് അത് കഴിഞ്ഞു കാണാന്നല്ലേ രാജുനോട് പറഞ്ഞത്? അതെ, നാളത്തേത് കൊണ്ട് ആ പൂജകൾ തീരും. അതിനു മുമ്പ് അനന്തങ്കാവ് അമ്പലത്തില് ഞാനൊന്ന് തൊഴാനായിട്ട് വന്നതാ. അതിന് തൊട്ടടുത്താണ് സാറ് താമസിക്കുന്നതെന്ന് രാജു പറഞ്ഞു. നന്ദിയുണ്ട് എന്നെ ഇങ്ങോട്ട് വന്ന് കണ്ടതിന്. എന്തിനു വേണ്ടിയുള്ള പൂജ അതാരം നടത്തുന്നത്? നല്ല ഭർത്താവിനെ കിട്ടാൻ വേണ്ടിയാണോ? എന്റെ മനസ്സിനിണങ്ങുന്ന ഒരു നല്ല ഭർത്താവിനെ ഒരിക്കലും എനിക്ക് കിട്ടിയേക്കൊന്നും തോന്നുന്നില്ല. ഈ പൂജ ഒരു നെഗറ്റീവ് പവറിനെ ഒഴിവാക്കാൻ വേണ്ടി. നെഗറ്റീവ് പവറോ? അതെ, സൂര്യമൂർത്തി മനയിൽ ഒരു നെഗറ്റീവ് പവർ കടന്നുകൂടാൻ ശ്രമിക്കുന്നുണ്ട്. അച്ഛനെ വിളിച്ച് ചോദിച്ചപ്പോൾ
അങ്ങനെയൊന്നും ഉണ്ടാവില്ലെന്ന് പറഞ്ഞു. പക്ഷേ എനിക്കുറപ്പാണ്. That bad power is trying to enter our house. I am sure of it. വരൂ, എന്റെ താവളമൊക്കെ ഒന്ന് ചുറ്റിക്കാണണ്ടേ. കമോൺ. ആ നെഗറ്റീവ് പവർ എന്താണെന്ന് തിരിച്ചറിയാൻ താരയ്ക്ക് ഇതുവരെ കഴിഞ്ഞില്ലേ? ഞാൻ ഈ കാര്യത്തിൽ ഒരു സ്റ്റുഡന്റ് അല്ലേ? എന്നെക്കാട്ടിലും വളരെ മുകളിലാണ് ആ ശക്തി. പക്ഷേ നാളത്തെ ആ പൂജയോടുകൂടി അതിനൊരിക്കലും ഞങ്ങളെ ആരെയും സ്പർശിക്കാൻ പോലും കഴിയില്ല. It is a fantastic place, sir. ഇതെങ്ങനെ തപ്പിയെടുത്തു? എന്താ ആലോചിക്കുന്നത്? അല്ല, അവിടെ വന്നാൽ എനിക്ക് പൂജ കാണാൻ പറ്റൂ? അയ്യോ, ഞാനല്ലാതെ മറ്റാരും ആ സമയത്ത് കാവിലുണ്ടാവാനേ പാടില്ല. അതെന്താ, ചില സ്ത്രീ മന്ത്രവാദികൾ നഗ്നപൂജ നടത്താറുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. ഇനി അങ്ങനെ വലുതാണോ? അഥർവവേദത്തിലും മാന്ത്രിക ഗ്രന്ഥങ്ങളിലും നഗ്നപൂജയെ പറ്റി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതല്ല. ഉപനിഷത്തുകളിൽ നിന്നെല്ലാം ഞാൻ തെരഞ്ഞെടുത്ത കാളിസർപ്പ പൂജയാണിത്. നടന പൂജ എന്നും പറയാം. ഫലിച്ചാൽ ആ ദുഷ്ടശക്തിയുടെ നാശം സുനിശ്ചയമാണ്. എനിക്ക് വരണമെന്ന് തോന്നി താരയെ കാണാൻ. നിങ്ങൾ ഈ സമയത്ത് ഇവിടെ വന്നത് ഒട്ടും ശരിയായില്ല. സർപ്പപൂജ തീർന്നിട്ടില്ല. നിങ്ങൾ പുറത്തു പോകൂ. ഈ പൂജ പൂർത്തിയാകാൻ പാടില്ല. നാഗദൈവങ്ങളെ, എന്നെ കാത്തുകൊള്ളണേ.
തിരുമേനി ജപിച്ചു കിട്ടുന്ന അറിഞ്ഞാണ് ആരെയും നഴിച്ചു മാറ്റാൻ. ഇല്ല മാറ്റാൻ ഇല്ല, ഇതെന്റെ ആത്മരക്ഷയ്ക്കുള്ളതാണ്. ഇനി ഈ കണ്ണുകളിൽ നിന്ന് കണ്ണെടുക്കാൻ നിനക്ക് പറ്റില്ല. പറ്റുമോ? ഇല്ല. ഇനി ഞാൻ പറയുന്നത് എന്തും നീ അനുസരിക്കും.